നമസ്കാരം. ഒടുവിൽ അന്വേഷണം ക്യാപ്റ്റനിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു സൂചന. വീണ കുടുങ്ങുമ്പോൾ പിണറായിയും വീഴും, ഒപ്പം അകത്തു പോകുകയാണെങ്കിൽ ഒപ്പം പിണറായി പോകും എന്നും സൂചന. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ മാസപ്പടി വിവാദം ഒടുവിൽ ആ വലിയ തലയിലേക്ക് തന്നെ നീളുകയാണോ എന്ന ഒരു സംശയത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ED വീണ്ടും ചോദിച്ചാൽ വിളിക്കുമ്പോൾ ലക്ഷ്യം വീണ മാത്രമല്ല, സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി കൂടിയാണ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൊഴികളിലെ പൊരുത്തക്കേടുകൾ ഒടുവിൽ ചെന്നെത്തുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ഈ രഹസ്യ ഇടപാടുകളിലേക്കാണ്. മൊഴികളിലെ പല കള്ളക്കളികൾ, CMRL കരിമണൽ കർത്ത മൊഴി കൊടുത്തു, അവരുടെ കുടുംബാംഗങ്ങൾ മൊഴി കൊടുത്തു, വീണ മൊഴി കൊടുത്തു. ഈ മൊഴികളൊന്നും അങ്ങനെ ഇങ്ങോട്ട് ഒക്കുന്നില്ല. CMRL എക്സാലോജി കള്ളപ്പണ കേസിൽ വീണ വിജയനെ ED അടുത്ത ആഴ്ച ചോദ്യം ചെയ്യും എന്ന വീണ്ടും വാർത്ത. വെറുതെ അല്ല, ഇതിനകം 2 തവണയായി 3/4 ദിവസത്തോളം ഏതാണ്ട് 19 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും വീണ നൽകിയ മൊഴികളിൽ EDക്ക് ഒട്ടും തൃപ്തിയില്ല എന്നാണ്. CMRL കമ്പനിയിലെ ഉന്നതർ പറഞ്ഞതും വീണ പറഞ്ഞതും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധം പോലുമില്ല. പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി രക്ഷപ്പെടാമെന്ന് കരുതിയ വീണയ്ക്ക് മുന്നിലേക്ക് ഇത്തവണ CMRL ഉന്നതരെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. ഒരൊറ്റ ചോദ്യം മാത്രം. 2.78 കോടി എത്തി, സമ്മതിച്ചു. പക്ഷേ എത്തിയ ആ 2.78 കോടി എങ്ങോട്ട് പോയി? ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം. ഒരു സേവനവും നൽകാതെ CMRL നിന്ന് എക്സാലോജി കൈപ്പറ്റിയിട്ടുള്ള ആ 2.78 കോടി രൂപ എന്തിനാണ് വിനിയോഗിച്ചത്? ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചോദ്യം ചെയ്യലിനൊപ്പം വീണയുടെ സ്വത്ത് വിവരങ്ങളുടെ കൂടുതൽ രേഖകളും ED ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. അതായത് കളി വെറും മാസപ്പടിയിൽ ഒതുങ്ങൂല. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ ശക്തമായ വകുപ്പുകളാണ് വീണയ്ക്കുമേൽ തൂങ്ങി ആടി നിൽക്കുന്നത്. ആ തൂങ്ങിയാടലിൽ പിടിച്ചു തൂങ്ങി അച്ഛനിലേക്ക് നീളുന്ന അന്വേഷണവും. ഈ കേസിന്റെ വഴിത്തിരിവ് അത് പൂർണ്ണമാകുമ്പോൾ അച്ഛനിലേക്ക് തന്നെ ഇത് ചെന്നെത്തും. ആർക്കു വേണ്ടിയാണ് ഇത് വാങ്ങിയത് എന്ന ചോദ്യത്തിന് അന്ന് ഉത്തരവുമാകും. ഇനി വരാനിരിക്കുന്നത് ക്ലൈമാക്സ് ആണ്. കാര്യമായ ഒരു മുൻപരിചയവും ഇല്ലാത്ത എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRLുമായിട്ട് ഇത്രയും വലിയ ഒരു തുക, അതിന്റെ കരാർ എങ്ങനെയാണ് കിട്ടിയത്? ഈ കരാർ ഒപ്പിടുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. അന്ന് CMRLന് ആവശ്യമായിട്ടുള്ള പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. ഇത്രയും കോടികൾ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് CMRL വെറുതെ അങ്ങോട്ട് നൽകുമോ? അതിന് പകരമായി പിണറായി വിജയന്റെ പരിസ്ഥിതി വകുപ്പിൽ നിന്ന്, സർക്കാരിൽ നിന്ന് ഒക്കെ CMRL കമ്പനിക്ക് എന്തൊക്കെ അനധികൃത ആനുകൂല്യങ്ങളാണ് കിട്ടിയത്? ഇതാണ് ED ഇപ്പോൾ അരിച്ചു പേർക്കി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. CMRLന്റെ 182 കോടിയുടെ അനധികൃത ഇടപാടുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും, അതായത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പങ്കുണ്ടോ എന്ന ചോദ്യത്തിലേക്കാണ് അന്വേഷണം നീളുന്നത്. അതായത് മകളെ മുന്നിൽ നിർത്തി നടന്നത് വൻ രാഷ്ട്രീയ അഴിമതിയാണെന്ന ആരോപണങ്ങൾക്ക് ഇതോടെ അടിത്തറ പാവുകയാണ്. അടുത്ത ആഴ്ച നടക്കുന്ന ചോദ്യം ചെയ്യൽ വീണയ്ക്ക് മാത്രമല്ല, പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ ഭീമന്റെ നിലനിൽപ്പിന് തന്നെ നിർണായകമാകും എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ CPM ഇനി എന്ത് ന്യായീകരണവുമായി വരും എന്നാണ് കണ്ടറിയേണ്ടത്. Different angles. Don't forget to subscribe and support this channel.